എന്തുകൊണ്ടാണ് നമുക്ക് ദുരിതങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കയറുന്നത്? ആർക്കും ഇതിനെക്കുറിച്ച് ഒന്നും അറിയുന്നില്ല. എന്നാൽ എല്ലാവരും പറയുന്നു നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമ്മളൊരു മറ്റൊരു വ്യക്തിക്കൊരു ദോഷമോ മറ്റൊരു വ്യക്തിക്കൊരു പ്രശ്നമോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ളത്. എന്നാൽ എല്ലാത്തിനും ഒരു ആധാരമുണ്ട്. നമ്മൾ അനുഭവിക്കുന്നതെല്ലാം ഒന്നിൻ്റെ ഫലങ്ങളാണ്. ഈ ഫലങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളവർ ചോദിക്കുമ്പോൾ മറ്റുള്ളവർ അറിയാത്തത് കൊണ്ട് അവർ പറയുന്നത് ഒന്നാണ്, മുൻജന്മ പാപങ്ങളുടെ ഫലമാണ് നമ്മളെപ്പോഴും അനുഭവിക്കുന്നത്. എന്നാൽ എനിക്ക് അതിലൊരു യോജിപ്പുമില്ല. മുൻജന്മ പാപം ഒരിക്കലുമില്ല. കാരണം ഒരു മനുഷ്യനിവിടെ ജനിച്ചു കഴിഞ്ഞാൽ ആ ജനിച്ചത് തൊട്ട് മരിക്കുന്നത് വരെ അവൻ ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലങ്ങളെല്ലാം ഇവിടെ തന്നെ അനുഭവിച്ചിട്ട് മരിച്ച് ജീവൻ ഭഗവാനിലേക്ക് പ്രകൃതി ശക്തിയിലേക്ക് ലയിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫലങ്ങൾക്ക് കാരണം എന്ന് പറയുന്നത് കർമ്മത്തെ മൂന്നായി നമുക്ക് തിരിക്കാം. ഒന്ന്, ഇത് നിങ്ങൾക്ക് അറിയുന്നുള്ളതാണ്, പണ്ടുള്ള ഋഷിവിജയന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. കർമ്മങ്ങൾ 3 വിധേന എങ്ങനെയാണെന്ന് അത് നോക്കുകയാണെങ്കിൽ മനസ്സ, വാച, കർമ്മണ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ അനുഭവിക്കുന്ന ഫലങ്ങൾ ഈ 3-ൽ നിന്നാണ് നമുക്കുണ്ടാകുന്നത്. എല്ലാവരും കർമ്മത്തെ മാത്രം ഊന്നിക്കാണുന്നു. ബാക്കിയുള്ള കാര്യങ്ങളിൽ വാക്കുകൾ കൊണ്ട് പറഞ്ഞ പ്രവൃത്തിയിലോ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ചിന്തിച്ച പ്രവൃത്തിയിലോ ഉള്ള കർമ്മങ്ങളെ ഇവർ മറന്നുപോകും. കാരണം നമ്മളത് വാക്കിലല്ലേ പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളത് മനസ്സിലല്ലേ ചിന്തിച്ചിട്ടുള്ളൂ, പ്രവൃത്തിയിൽ നമ്മളിത് ചെയ്തിട്ടില്ല. പ്രവൃത്തിയിൽ ചെയ്യുന്നത് മാത്രമാണ് കർമ്മഫലം എന്ന് വിശ്വസിച്ചിട്ട് ആ പ്രവൃത്തിയെ മാത്രം നമ്മളെപ്പോഴും മുന്നിൽ നിർത്തുന്നത് കൊണ്ടാണ് ബാക്കി ഈ വാക്കുകളിലും മനസ്സിൻ്റെ ചിന്തകളിലുള്ള ഫലങ്ങളെ നമ്മൾ മറന്നുപോകും. അപ്പോൾ പ്രവൃത്തിയിലുള്ള ഫലം മാത്രം നമുക്ക്, അത് കൂടാതെ മറ്റ് 2 ഫലങ്ങളും കൂടെ വന്നു ചേരുമ്പോൾ നമ്മളെന്ത് ചിന്തിക്കും? ഇതൊന്നും നമ്മൾ ചെയ്യാത്തില്ല, അപ്പോൾ ഈ ഫലങ്ങൾ എങ്ങനെ നമ്മളിങ്ങനെ കർമ്മഫലങ്ങൾ എങ്ങനെ നമ്മളിങ്ങനെ പിന്തുടരുന്നു എന്നുള്ള ചിന്താഗതി നമുക്കുണ്ടാവുന്നു. ശരിക്കും ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു റീസൺ എന്ന് പറയുന്നത്. മുൻജന്മ പാപം അല്ലെങ്കിൽ മുൻജന്മമുണ്ട്. കാരണം അത് 100-ൽ ഒരു 2% മാത്രമേ മുൻജന്മങ്ങൾ വീണ്ടും ഒരു പിറവിയായിട്ട് ഭൂമിയിൽ വീണ്ടും ജനിക്കുന്നുള്ളൂ. അതെല്ലാ പേരുമില്ല. ബാക്കി എല്ലാം പുതിയ ജന്മങ്ങളാണ്. അവർക്ക് പുതിയ കർമ്മഫലങ്ങളാണ്. ആ കർമ്മഫലങ്ങൾ ഇങ്ങനെയാണ്. മനസ്സുകൊണ്ട് നീ ഒരു വ്യക്തിയെ ദോഷമായി ചിന്തിക്കുന്നുവോ, ആ ചിന്തിക്കുന്നതിലൂടെ നീ ഈ ജീവിക്കുന്ന ജീവിതത്തിൽ അതിൻ്റെ ഫലം നീ വാങ്ങേണ്ടതുണ്ട്. ഫലങ്ങൾ എപ്പോഴും അങ്ങനെയാണല്ലോ, എപ്പോഴാണ് വരണതെന്ന് ആർക്കും അറിയില്ല. അതുപോലെ വാക്കുകളിലും ഇതുപോലെ തന്നെയാണ്. വാക്കുകൾ നമ്മളൊരു വ്യക്തിയെ, നമ്മൾക്ക് അറിഞ്ഞുകൂടാത്തൊരു വ്യക്തിയെ മോശമായി പറയുകയും അല്ലെങ്കിൽ അവരെ ദുഷിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഫലവും ഈ പ്രകൃതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഏത് സമയത്താണോ നമുക്ക് വരേണ്ടത് അത് നമ്മൾ പറഞ്ഞു. മൂന്നാമതായി കർമ്മം കൊണ്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഈ 3 കർമ്മങ്ങളാണ് ഒരു മനുഷ്യജന്മത്തിൽ നമ്മുടെ കർമ്മഫലങ്ങളായി നമ്മൾ അനുഭവിക്കുന്നത്. അല്ലാതെ മുൻജന്മ ഫലങ്ങളോ അല്ലെങ്കിൽ മുൻജന്മ കർമ്മഫലങ്ങളൊന്നും ഈ ഭൂമിയിൽ ആരും തന്നെ അനുഭവിക്കില്ല. കാരണം എല്ലാ പാപങ്ങളുടെ ഫലങ്ങളും ഈ ജന്മത്തിൽ തന്നെ ഇവിടെ നിന്ന് അനുഭവിച്ചിട്ട് നമ്മുടെ ജീവനാകുന്ന ജീവൻ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവാകുന്ന ജീവൻ അത് അഗ്നിയിൽ ഏറ്റവും നല്ല രീതിയിൽ അതിനെ ജ്വലിപ്പിച്ച് പ്യൂരിഫൈ ആയി, അതായത് നമ്മൾ പ്യൂരിഫൈ ചെയ്യുമെന്ന് പറഞ്ഞാൽ അഗ്നിയിൽ ജ്വലിപ്പിച്ച് ആ ആത്മാവിനെ ഈശ്വരനിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അവിടെ പിന്നെ ആത്മാവിന് ഒരു പാപമോ ഒന്നും തന്നെ ഇല്ല. അത് നേരെ ഈശ്വരനിലേക്ക് ജനിക്കുന്ന ഒന്നാണ്. കാരണം ആ ശരീരവും ആത്മാവും കൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചതെല്ലാം ഇവിടെ നിന്ന് തന്നെ ആ ശരീരത്തിന് കൊടുക്കേണ്ട കർമ്മഫലമായി മാറി അതനുഭവിച്ച് അവസാന മരണത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു. ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്?